ഇത്തവണത്തെ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സഹനടി ഉർവശിയായിരുന്നു. ആ ഉർവശി അന്ന് തുടങ്ങിയ ചില പറച്ചിലുകൾ, ചില പ്രസ്ഥാനങ്ങൾ വിവാദങ്ങളായി മാറി. മറ്റ് സംസ്ഥാനങ്ങളിൽ ആ സിനിമയുടെ അവാർഡ് പ്രഖ്യാപനം, അതിൻ്റെ ആഘോഷം എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തില്ല. മികച്ച സഹനടി എന്തർത്ഥത്തിലാണ് സഹനടി? എന്താണ് അത്? ജൂറി വ്യക്തമാക്കണം. എന്താണ് ഉർവശി പറയുന്നത്? അല്ലെങ്കിൽ ഉർവശിയെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ? എനിക്കൊന്ന് സിനു പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ശരി. ഉർവശിയെ കൊണ്ട്, ഉർവശി ആരുടെ മൈക്കാണ്, ഉർവശി മൈക്കാണ് എന്ന് തോന്നുമ്പോഴത്തേക്ക് ഉർവശി ചോദിക്കുന്നത് മികച്ച സഹനടി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു. ഉർവശിക്ക് അവാർഡ് കിട്ടിയത് മറ്റേ ഉള്ളൊഴുക്കെന്നുള്ള സിനിമയിൽ. അതെ, ആ സിനിമയിൽ നായിക ആരായിരുന്നു? പാർവതി തിരുവോത്ത്. അവരൊരു സഹനടിയായിരുന്നു ഉർവശി. ഉർവശി സഹനടിയാണ്. സിനിമയിലെ മുഴുനീളമുള്ള കഥാപാത്രത്തിന്റെ അമ്മ വേഷം കിട്ടിയ നടിയാണ്. അതെ. അപ്പോൾ സാധാരണ ഒരു സിനിമയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആധികാരികമായിട്ടറിയത്തില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു സിനിമയിൽ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്യുന്ന ആൾക്കാണ് നായിക അല്ലെങ്കിൽ നായകനായിട്ട് പരിഗണിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഉള്ളൊഴുക്കെന്നുള്ള സിനിമയ്ക്കകത്ത് ഉർവശി ഉടനീളമുണ്ട്. പക്ഷേ ലീഡ് റോള് അത് പാർവതിയുടെ കഥയാണ്, ഉർവശിയുടെ കഥയല്ല. പാർവതി തെരുവത്ത് എന്ന് പറയുന്ന നായിക അഭിനയിച്ച അവരുടെ ക്യാരക്ടറിന്റെ കഥയുടെ സപ്പോർട്ടിംഗ് സ്റ്റാറാണ് ഉർവശി. അതെ, അത് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ അവർക്ക് സഹനടി, മികച്ച നടിക്കുള്ള അവാർഡ് വേണം എന്ന് പറയുന്നതിൽ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം അതിന് പ്രസക്തിയില്ല. രണ്ടാമത് ഇപ്പൊ തോന്നുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഡബ്ബിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആ നടി തന്നെ സംസാരിക്കണമെന്നോ മറ്റോ ഉണ്ട്. അത്തരം ചില വ്യവസ്ഥകളും ഈ ഉള്ളൊഴുക്ക് സിനിമയിൽ പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും ഉർവശിക്ക് അതിൻ്റെ ദേശീയ തലത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കാനുള്ള കാറ്റഗറിയിൽ ഉർവശി വരുന്നില്ല. കാരണം അവർ ഒരു സപ്പോർട്ടിംഗ് ആക്ടർ മാത്രമായിരുന്നു ഈ സിനിമയിൽ. അപ്പൊ സഹനടിക്ക് അപ്പുറത്ത് കിട്ടാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് വസ്തുതയാണ്, അൺഡിസ്പ്യൂട്ടഡ് ആണ്. അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പൃഥ്വിരാജിനെ പിടിച്ചെടുത്തത്. പൃഥ്വിരാജിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബെന്യാമിൻ അത്ര ലോകത്തിലെ മികച്ച എഴുത്തുകാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ബെന്യാമിൻ്റെ ഈ പറയുന്ന ആടുജീവിതത്തെക്കാളും മികച്ച നോവലുകൾ അദ്ദേഹം വേറെ എഴുതിയിട്ടുണ്ട്. അല്ല, ആടുജീവിതം കോപ്പിയാണെന്ന് പറഞ്ഞിട്ടുള്ള വിവാദം വേറെ. അത് ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് നോവലിൻ്റെ പദാനുപത, ഇംഗ്ലീഷിലും ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ആ നോവലിൻ്റെ പദാനുപത കോപ്പിയടിയാണ്. മരുഭൂമിയിൽ പാമ്പുകളെ കാണുന്ന ഉൾപ്പെടെയുള്ള ചാപ്റ്ററുകളെല്ലാം അതേപടി എടുത്തു വെച്ചിരിക്കുകയാണെന്ന് പോലും ആക്ഷേപം വന്നിട്ടുണ്ട്. പക്ഷേ ബെന്യാമിൻ ഇതിലും നല്ല നോവലുകൾ, മഞ്ഞവെയിൽ മരണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും മികച്ച നോവലാണ്. അതെ, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്ര കൊണ്ടാടപ്പെടാൻ മാത്രം ഉള്ള ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മലയാളി അവിടെ പോയിട്ട് ഒരു സഹാനുഭൂതി വർക്ക് ചെയ്യുക, ഒരു മനുഷ്യൻ പോയിട്ട് കഷ്ടപ്പെട്ട് ആടുകളോടൊപ്പം ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള കാര്യം. പിന്നെ അതിനുവേണ്ടി പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ ഒരു തരത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് സ്പർശിക്കുന്ന കഥാപാത്രമല്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ വന്ന് തൊടും ഒരു ദുരൂഹമായി അപ്രത്യക്ഷനാവുന്ന ഒരു ആഫ്രിക്കക്കാരൻ്റെ ക്യാരക്ടറുണ്ട്. ഇയാളെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും മിഴിവോടെ നിൽക്കുന്ന ആ കഥാപാത്രമാണ്. ഇയാൾ കുറേ കാലം പട്ടിണി കിടന്നു, എല്ലും വാരി എല്ലുകളൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവാർഡ് കൊടുക്കാൻ പറ്റുമോ? അത് അഭിനയമാണെന്ന് ജൂറി കൂടെ തോന്നണം. ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചു. അഭിനയം കഷ്ടപ്പെട്ട് വരേണ്ടതല്ല, സ്വാഭാവികമായി വരേണ്ട ഒന്നാണ് അഭിനയം. അപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഞാൻ ഇത്ര ശരീരത്തിൻ്റെ ഭാരം ഇത്ര കുറച്ചു, കോവിഡ് വന്ന കാരണം ഞങ്ങളവിടെ ലോക്കായിപ്പോയി, ലോക്ക്ഡൗണിൽ അവിടെ ജോർദാനിൽ പെട്ടുപോയി. ഈ ജോർദാനിൽ പെട്ടുപോയപ്പോഴത്തേക്ക് അവിടുത്തെ മലയാളിയായ ഒരു വ്യവസായിയാണ് ഇയാളെ ഹോസ്റ്റ് ചെയ്തതും ഒക്കെ ചെയ്തത്. ആ മനുഷ്യനോട് ചെയ്ത നന്ദികേട്, ഈ സിനിമയുടെ ക്രൂ ചെയ്ത നന്ദികേടിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലക്കാരനായ സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു മലയാളി ഗാർമെന്റ് മാനുഫാക്ചർ അങ്ങേർക്ക് എങ്ങനെയൊക്കെ ഈ സിനിമയുടെ ക്രൂവിനെ സഹായിച്ചു, അവരോട് അത്ര നന്ദികെട്ട രീതിയിലാണ് തിരിച്ചു പെരുമാറിയത്. സംവിധായകൻ ഒഴികെയുള്ള ആളുകൾ, പൃഥ്വിരാജ് ഉൾപ്പെടെ എങ്ങനെ താങ്ക്ലെസ് ആയിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും ഉർവശി ഇപ്പോൾ സംസാരിക്കുന്നത് പൃഥ്വിരാജിന് വേണ്ടിയാണ്. പൃഥ്വിരാജിൻ്റെ മൈക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ സ്ത്രീ. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തുകൊണ്ട് പൃഥ്വിരാജിന് കിട്ടിയില്ല, എനിക്ക് സഹനടി സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ, സുരേഷ് ഗോപി മറുപടി പറയണം. സുരേഷ് ഗോപി ഇവർക്ക് മറുപടി പറയാതിരിക്കുക? എന്തർത്ഥത്തിലാണ് സുരേഷ് ഗോപി മറുപടി പറയണം എന്ന് ഇവർ പറഞ്ഞു? സുരേഷ് ഗോപി ഒരു നടനാണ്, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ വകുപ്പല്ല സിനിമ. അത് സിനിമയുടെ അവാർഡ് തീരുമാനിക്കുന്നത് ഒരു ജൂറിയാണ്.
ആ ജൂറിമാർ എടുക്കുന്ന തീരുമാനത്തിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് എന്താണ് പങ്ക്? എന്തിനാണ് ഇവർ സുരേഷ് ഗോപിയുടെ തലക്കിട്ട് കയറുന്നത്? അല്ല, സുരേഷ് ഗോപി ഞങ്ങളുടെ ഫെറ്റേണിറ്റിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമായ സുരേഷ് ഗോപി ഇപ്പം മന്ത്രി കൂടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഉർവശി എന്ന് പറയുന്ന ഈ അമ്മച്ചി ഇപ്പോൾ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് പറഞ്ഞു. ഫെറ്റേണിറ്റി, ഞങ്ങളുടെ സമൂഹം. ശരി, ആ സമൂഹത്തിൽപ്പെട്ട സുരേഷ് ഗോപിയെക്കുറിച്ച് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ എവിടെയായിരുന്നു ഈ അമ്മച്ചി? ഒരു വാക്കുകൊണ്ട് പോലും സപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സിനിമാക്കാരുടെ ഈ സാമൂഹ്യ ഘടനയിൽ നിന്ന് ഒരാൾ മത്സരിക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് വിജയിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ അമ്മച്ചിയുടെ വന്നിട്ടുണ്ടോ? ഉർവശിയെ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ സ്ഫടികത്തിലെ ഉർവശിയൊക്കെ അല്ലേ? സിനിമയിലെ ഉർവശി എനിക്ക് പരിചയമില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഉർവശി വരുന്നു. ചിലപ്പോൾ ഉർവശിയുടെ സംസാരം പോലും വ്യക്തമല്ലാത്ത രീതിയിലൊക്കെ ഉർവശി സംസാരിക്കേണ്ടി വരുന്നു. ആ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഇപ്പോഴും വളരെ വലുതായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ ഉർവശി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ സുരേഷ് ഗോപിക്ക് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ദേശീയ പുരസ്കാരം സുരേഷ് ഗോപിക്ക്. ഈ സുരേഷ് ഗോപിക്ക് അവാർഡ് കിട്ടിയ സമയത്താണ് MGRന്റെ മുഖ്യ കഥാപാത്രമായിട്ട് ഇരുവർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങുന്നത്, മണിരത്നത്തിന്. അതേ സമയത്താണ് ഭൂതക്കണ്ണാടി രോഹിതദാസിനെയാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. ഇതിനകത്ത് മമ്മൂട്ടി മോഹൻലാൽ ഒരുപോലെ അഭിനയിച്ച ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. സുരേഷ് ഗോപിയും മത്സരിച്ച് അഭിനയിച്ച് അതിൽ പുരസ്കാരം നേടി. അപ്പോൾ സുരേഷ് ഗോപി മോശം നടനാണ് എന്ന് അന്നാരും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം നോക്കി കിട്ടിയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ രീതിയിൽ മാറ്റി മാറ്റി പറയണമെങ്കിൽ ഉർവശിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഞാൻ ഓർക്കുകയാണ്, ഈ എൻ്റെ നാട്ടിൽ വൈക്കത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ ലബ്ബ എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ ലബ്ബയുടെ വീട്ടിൽ സുരേഷ് ഗോപിയുടെ സിനിമകളൊക്കെ നോക്കും. അപ്പോൾ ഒരിക്കൽ സുരേഷ് ഗോപിയുടെ ഈ സിനിമയെ മറ്റോ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഡോക്ടറുടെ മകൾ ഭയങ്കര കരച്ചിൽ, എനിക്ക് ഈ സിനിമ കാണണ്ട, എനിക്ക് ഈ സിനിമ കാണണ്ട, എനിക്ക് ഈ സുരേഷ് ഗോപിയെ കാണണ്ടാണ്. കാരണം സുരേഷ് ഗോപിയുടെ രൂപമൊക്കെ എങ്ങും മാറിപ്പോയല്ലോ. വല്ലാത്ത ഒരു എന്താ പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു വേഷത്തിലൊക്കെയാണ് സുരേഷ് ഗോപി അതിനകത്ത് വരുന്നത്. എനിക്ക് ഈ സുരേഷ് ഗോപിയെ കാണണ്ടാന്ന്, എനിക്ക് ആക്ഷൻ ഹീറോ, എനിക്ക് മറ്റേ എനിക്ക് സുരേഷ് ഗോപിയെ കാണണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ഡോക്ടർ പറഞ്ഞുള്ള ഓർമ്മയെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നൊക്കെ പറയുന്നത് പോലെ സുരേഷ് ഗോപിക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫിഗർ ഉണ്ടായിരുന്നു അല്ലേ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ തീ പാറുന്ന ഡയലോഗുകൾ, തോക്ക്, ആക്ഷൻ, അതൊക്കെ മാറിയിട്ട് സുരേഷ് ഗോപി കുറേ മനോഹരമായ വേഷം. ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ, ഒരുപാട് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സിനിമ. സുരേഷ് ഗോപി ഒരു ചെരുപ്പ് കുത്തിയായിട്ട് അഭിനയിക്കുന്ന സിനിമ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഗംഭീര സിനിമയായിരുന്നു കേട്ടോ. ഒരു വഴിയോരത്തിരുന്ന് ചെരുപ്പ് കുത്തുന്ന ഒരു സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ വേഷം, സുരേഷ് ഗോപിയുടെ നമ്മൾ കണ്ടിട്ടുള്ള ഇമേജേ അല്ല. അങ്ങനെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി സുരേഷ് ഗോപി അവിസ്മരണീയമാക്കി ചെയ്തിട്ടുള്ള ചില സിനിമകളുണ്ട്. എന്നാൽ പോലും സുരേഷ് ഗോപിക്ക് അന്ന് സിനിമ പറഞ്ഞ വളരെ പ്രസക്തമാണ്. സുരേഷ് ഗോപി അന്ന് രാഷ്ട്രീയ പാർട്ടി ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് കളിയാട്ടത്തിന് അവാർഡ് കിട്ടിയപ്പോൾ ആർക്കും പ്രശ്നമില്ല. ഇപ്പൊ സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ അത് BJP-കാരായതുകൊണ്ട് മോദി ഭരിക്കുന്നുകൊണ്ട് കിട്ടിയെന്ന് പറയും. അല്ല, ഞാൻ പറയുന്നത് ഈ ഉർവശി എന്ന് പറയുന്ന ഈ നടിക്ക് സാമാന്യ ബോധം പോലും ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ചോദിച്ചിട്ട് പറയണമെന്ന്. സുരേഷ് ഗോപി ഇവരുടെ പോസ്റ്റ്മാനാണ്. ഉർവശി എന്താ കരുതിയിരിക്കുന്നത്? ഉർവശി എന്ന് പറയുന്ന നടിയോട് നമുക്ക് കുറച്ച് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അത് കളഞ്ഞു കുളിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ മലയാളത്തിലെ മികച്ച നടിയാണ്, എക്കാലത്തെയും മികച്ച നടി ഞാൻ മാത്രമായിരിക്കണം എന്ന് ശഠിക്കുന്നു ഒന്ന്. പിന്നെ മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. നമ്മുടെ കന്നഡ സിനിമ ഉണ്ടല്ലോ, കേരളത്തെ ഇൻഡസ്ട്രി അപേക്ഷിച്ച് വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. അവിടെ നിന്നും ആ ഷെട്ടിമാരുടെയൊക്കെ സിനിമകളൊക്കെ വരുന്നത്, ഋഷഭ് ഷെട്ടിയുടെയൊക്കെ കാന്താര മാത്രമല്ല, ഒരു സിനിമ ഉണ്ടല്ലോ ഗരുഡ, മറന്നുപോയി, നീണ്ട പേരുള്ള സിനിമ, അത് കുറെ ഗുണ്ടകളുടെ കഥയൊക്കെ പറയുന്ന സിനിമ. KGF അല്ല, KGF-നൊക്കെ മുമ്പ് അതിൻ്റെ ഋഷഭവാഹന ഗരുഡ അങ്ങനെ പേരുള്ള സിനിമ, മറന്നുപോയി. പക്ഷെ അതിനകത്തുള്ള പെർഫോമൻസ് കാരണം നമ്മുടെ ഈ സിനിമകളിലൊക്കെ മലയാളത്തിലെ ആളുകൾക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയുള്ളൂ. തമിഴ്, ഹോളിവുഡ് അല്ല ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞാൽ പാട്ടും കുത്തുവാണെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. ഇന്ത്യയിൽ മൊത്തം ഭാഷകളുടെ സിനിമകളല്ലേ വരുന്നത്, അങ്ങനെയല്ലേ ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെടുന്നത്? അതാണ്. അപ്പോൾ മലയാള സിനിമ മാത്രമാണ് ശ്രേഷ്ഠം എന്ന്. മലയാള സിനിമയിൽ നല്ല മികച്ച സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, വലിയ സിനിമാക്കാരുമുണ്ട്. പക്ഷെ മലയാള സിനിമ മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് അതിനെ അവമതിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നടീനടന്മാർ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉർവശിക്ക് ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ട ദേശീയ സഹനടിക്കുള്ള അവാർഡ് വേണ്ട എന്ന് ഉർവശിക്ക് തീരുമാനിക്കട്ടെ. അത് പറയത്തില്ല.
അത് വേണ്ട, ഞാൻ വാങ്ങുന്നില്ല എന്ന് പറയുക. കാരണം എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് റോൾസ് റോയ്സ് തന്നെ വേണം, ഞാൻ മറ്റേ ടാറ്റയിലോ വണ്ടിയൊന്നും ഹാരിയറും സഫാരിയും ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയണം. ഏതായാലും ഉർവശിയുടെ പ്രശ്നം അത് മാത്രമല്ല, ഉർവശിക്ക് പൃഥ്വിരാജിന് കിട്ടണം. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ഇപ്പോൾ ഈയിടെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ OTT വന്നിട്ടുണ്ട് അല്ലേ? OTT വന്ന ആ സിനിമയ്ക്കകത്ത് ഡാം പൊട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ, എമ്പുരാനിൽ ഡാം പൊട്ടിക്കണം. OTT വന്നിരിക്കുന്ന ആരും കാണാത്തൊരു സിനിമ, ആരും കേട്ടിട്ട് പോലുമില്ല. അത് ഹിന്ദി പോയി അഭിനയിച്ചു, അത് തിയേറ്റർ റിലീസായില്ല. OTT വന്നിട്ട് ഒരു പട്ടിക്കുട്ടി പോലും കാണാനില്ല. അതിനകത്തും ഡാം പൊട്ടിക്കൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഡാം പൊട്ടിക്കുന്ന കലാപരിപാടി, പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്ന പോലെ കലാപരിപാടി ഇന്ത്യയിലെ ചില സിനിമാക്കാർക്ക്, പ്രത്യേകിച്ച് കേരള ബന്ധമുള്ള ചില ആളുകൾക്ക് ഒരു വീക്ക്നെസ്. മാത്രമല്ല പൃഥ്വിരാജ് ഈയിടെ പറയുകയും ചെയ്തു, ഞാൻ രാജ്യസ്നേഹിയാണ്, എനിക്ക് എൻ്റെ രാജ്യത്തോട് വലിയ സ്നേഹമാണ്, എൻ്റെ രാജ്യത്തോടുള്ള എൻ്റെ പ്രതിബദ്ധത വലുതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളാരെങ്കിലും പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ ഞാൻ രാജ്യസ്നേഹിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാജ്യസ്നേഹിയാണെന്ന് ഒരാൾക്ക് പറയേണ്ടി വരുന്നുവെങ്കിൽ അയാൾ രാജ്യസ്നേഹി അല്ല എന്ന് മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടാവും. അതെ, അവരെ ബോധിപ്പിക്കാനല്ലേ പറയുന്നത്. എനിക്ക് ഈ സൈനിക സ്കൂളിലൊക്കെ പഠിച്ച ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ഇന്ദ്രജിത്ത് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. പൃഥ്വിരാജ് എന്നാണ് ഞാൻ കേട്ടത്. ആരെങ്കിലും ആവട്ടെ, ഏതായാലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സൈന്യത്തോടൊക്കെ എല്ലാവർക്കും ബഹുമാനമുള്ളത് നല്ലതാണ്. പൃഥ്വിരാജിനും അതുണ്ട് എന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു തവണ കഷ്ടിച്ച് കാണാൻ മാത്രം പറ്റുന്നൊരു സിനിമയാണ്. അതിനകത്ത് പൃഥ്വിരാജ് ആഹാരം കുറച്ച് തൻ്റെ വാരിയെല്ലുകൾ കാണിച്ചു എന്നത് വെച്ച് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകളല്ലോ. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു തല്ലിപ്പൊളി സിനിമ ആയിട്ടാണ് എനിക്ക് ആടുജീവിതം ഫീൽ ചെയ്തത്. ജൂറിക്കും അങ്ങനെ തോന്നിയെങ്കിൽ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഏതായാലും പൃഥ്വിരാജ് ഒന്നും പറഞ്ഞിട്ടില്ല. പൃഥ്വിരാജ് ഒരു ഡ്രോണിനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ഡ്രോണായിട്ട് പറന്ന് നടക്കുകയാണ് ഉർവശി. അത് ഈ ഡ്രോണിൽ വേറെ തരത്തിലുണ്ട്, ഈ കാമിക്കാസെ ഡ്രോണുകളുണ്ട്, ആത്മഹത്യാ ഡ്രോൺ. അപ്പോൾ ഒരു കാമിക്കാസെ ഡ്രോൺ ആവാനുള്ള ശ്രമമാണ് ഉർവശി നടത്തുന്നത്. അത് വളരെ ദയനീയ പരാജയമായി, അത് പൊട്ടിത്തെറിച്ച് തകർന്ന് നശിച്ചു പോകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.